ഹായ് ഫ്രണ്ട്സ്, ഷഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റി ആയിട്ടുള്ള അറബിക് റൈസായ മജ്ബൂസ് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈസും അതുപോലെ ബീഫും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കന് കൂടി എനേബിൾ ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വൈറ്റ് ബസുമതി റൈസ് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 3/4 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കാം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ബീഫാണ് ഇതിലേക്ക് 3 കപ്പ് അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് മസാല ചേർത്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി 1.5 ടീസ്പൂൺ നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ അറബിക് മസാല 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ വാങ്ങിച്ച അറബിക് മസാല ഇല്ലെങ്കിൽ ഇതുപോലെ ഞാനിവിടെ പൊടിച്ചെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, കാരണം നമ്മുടെ ബീഫിൽ നിന്നും അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഓരോ കുക്കറിനും അതുപോലെ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെയും ബീഫിൻ്റെയും വേവിനനുസരിച്ചൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റായ രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, കുറച്ച് ഏലക്ക. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ ഉള്ളിയാണ് വഴറ്റിയെടുക്കുന്നത്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അറബിക് മസാലയാണ്. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അറബിക് മസാല പൊടിച്ച ടൈമിൽ അത്യാവശ്യം കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഇവിടെ ഒരുപോലെ മസാലയ്ക്ക് പിടിച്ചിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ഈ ബീഫിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചാലൊന്ന് ഊറ്റിയെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ടൈമിൽ തന്നെ നമുക്കിതിലേക്ക് വേണ്ട വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 3 ഗ്ലാസ് അരിയിലേക്ക് 7 ഗ്ലാസ്സാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബീഫിൽ ഒട്ടും തന്നെ വെള്ളമില്ല, അതുകൊണ്ട് 7 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നടുകെ കീറിയതും അതുപോലെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് അതുകൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.